പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ കൃഷ്ണൻ ടി നായർ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ സൈക്കോളജിയുടെ അക്കാഡമിക് കൗൺസിലറായി പ്രവർത്തിക്കുന്നു. ഇന്ന് ഈ ചെറിയ വീഡിയോയ്ക്ക് ആധാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTCയിലെ ദിവസക്കൂലി ഡ്രൈവറായ യദുവുമായി നടു റോഡിൽ നടന്ന വാക്ക് തർക്കങ്ങളുടെ ഒരു ചെറിയ വീക്ഷണമാണ്. തൻ്റെ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നുള്ള പരാതിയുടെ മേളിലാണ് നടു റോഡിൽ ഇത്തരം വാക്ക് തർക്കങ്ങൾ ഉണ്ടായത്. മേയർ തൻ്റെ വാഹനം KSRTC ബസ്സിൻ്റെ മുമ്പിൽ സീബ്ര ക്രോസിങ്ങിൽ ചെന്നിട്ട് വണ്ടി തടഞ്ഞ് ഡ്രൈവറിലിരിക്കുന്ന ആ സ്ഥാനത്ത് വന്ന ഡോറ് തുറന്ന് താൽക്കാലിക KSRTC ഡ്രൈവർ യദുവുമായി തർക്കത്തിലേർപ്പെടുകയാണ് ഉണ്ടായത്. തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നും തന്നെ കാണിച്ചു തരാമെന്നും താൻ മയക്കുമരുന്നിന് അടിമയാണെന്നും താൻ ഇതിനു മുമ്പ് തൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ടെന്നും മന്ത്രിയോട് പറഞ്ഞ് ഇപ്പം തന്നെ ഞാൻ പിരിച്ചുവിടുമെന്നും പിടിക്കുമെന്നും പറഞ്ഞ് ആക്രോശിക്കുന്ന ഒരു നിലപാടാണ് മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLA വണ്ടിക്കുള്ളിൽ കയറി യാത്രക്കാരെ പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയും ഡ്രൈവറോട് ആക്രോശിക്കുന്ന ചില നടപടികളെടുത്തതായും പറയപ്പെടുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടിയുടെ നമ്പർ കുറിച്ചെടുത്ത് KSRTC ഡിപ്പോയിൽ ചോദിച്ച് ഇപ്പോൾ ഈ വണ്ടി ഓടിച്ചിരുന്ന ഈ സമയത്ത് വണ്ടി ഓടിച്ച ഡ്രൈവറുടെ പേരെന്താണെന്ന് ചോദിച്ച് ഒരു പെറ്റീഷൻ എഴുതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കേണ്ടുന്നതിന് പകരം മറ്റ് ജനപ്രതിനിധികൾക്ക് പോലും ആക്ഷേപമുണ്ടാക്കുന്ന തരത്തിൽ നടു റോഡിൽ ഒരു ജനപ്രതിനിധി ഇത്തരം തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറിനെ വിളിച്ച് ശ്രീ യദുവിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്നും മേയർ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അദ്ദേഹത്തിൻ്റെ നിലപാടാണ് വളരെ ശ്ലാഘനീയവും അഭിനന്ദനാർഹവുമായി എനിക്ക് തോന്നിയത്. ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നത് കൃത്യമായ അന്വേഷണത്തിന് ശേഷം മാത്രമേ ഉള്ളൂ എന്നുള്ള നിലപാടെടുക്കുകയും താൽക്കാലികമായി യദുവിനെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തുന്ന നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഒരു താൽക്കാലിക ജീവനക്കാരനെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ തന്നെ പിരിച്ചുവിടാമെന്ന വ്യവസ്ഥയിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ സാറിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു നിലപാടുണ്ടായത്. മാത്രമല്ല,
KSRTC ഡ്രൈവർ യദു മേയർ വിളിച്ച് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടും മേയർ കേസുമായി മുന്നോട്ട് പോകുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒരു ദിവസക്കൂലി ഡ്രൈവർക്ക് KSRTCയിൽ നിന്ന് എന്ത് വരുമാനം കിട്ടുമെന്നുള്ളത്. രാവിലെ മുതൽ ഈ വണ്ടി ഈ പെരുവെയിലത്ത് ഓടിക്കുന്ന ആ ഡ്രൈവർക്ക് എന്ത് ബുദ്ധിമുട്ട്, ഈ കാലാവസ്ഥയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത്, എന്ത് ബുദ്ധിമുട്ടോടെയാണ് എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ മേയറുടെ ഈ കടുംപിടുത്തം ഉപേക്ഷിക്കണമെന്നും ഇത്തരം ജനപ്രതിനിധികൾ ഇത്തരം വിഷയങ്ങളിൽ കുറേ കൂടി ക്രിയാത്മകമായ നിലപാട് സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ കൂടുതൽ യദുവിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നടപടിയുമായിട്ട് മുന്നോട്ട് പോകരുതെന്നും ഇന്നത്തെ കാലത്ത് CCTVയും മറ്റെല്ലാ സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് എന്തൊക്കെ കുറ്റങ്ങളാണ് അയാൾ ചെയ്തിട്ടുള്ളത്, അയാൾ കൈകൾ കൊണ്ട് ലൈംഗിക ആക്ഷേപം നടത്തിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ് അയാൾ ചെയ്തത്, എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാമെന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ റോഡിൽ മറ്റ് ജനപ്രതിനിധികൾക്ക് പോലും ആക്ഷേപമുണ്ടാകുന്ന തരത്തിൽ പെരുമാറേണ്ട ഒരു സാഹചര്യം ഈ ഒരു ചെറിയ വിഷയത്തിലുണ്ടായിരുന്നു. ഇന്ന് സംസ്ഥാനം മുഴുവൻ ഈ കാര്യം ചർച്ച ചെയ്യപ്പെടുകയാണ്. സത്യത്തിൽ ജനങ്ങളാണ് രാഷ്ട്രീയക്കാരുടെ യജമാനന്മാരെന്നുള്ളത് നാം മറന്നു പോകരുത്. ഒന്നുകൂടി പറയുകയാണ്, ഈ ഒരു പിരിച്ചുവിടുന്ന അയാളെ ഒരു താക്കീത് കൊടുത്ത് അയാളെ ശിക്ഷ കൊടുക്കുക അല്ലാതെ അയാളെ പിരിച്ചുവിടുന്ന ഒരു നടപടി അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന യദുവിനോട് സ്വീകരിക്കരുതെന്നുള്ള ഈ ഒരു അഭ്യർത്ഥനയോടുകൂടി എൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.